നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ CMI കോൺഗ്രേഷൻ്റെ പ്രയോ ജനറൽ ആയിട്ടുള്ള പോളച്ചണ്ടി അച്ഛനാണ്. അച്ഛാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മിഷൻ ഗ്യാതറിങ്ങിന് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മിഷൻ ഗ്യാതറിങ് എപ്പോഴും വളരെ സന്തോഷദായകമാണ്. ഞാൻ മിക്കവാറും നാട്ടിലുള്ള സമയത്തൊക്കെ ഇതിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു മിഷണറി ഒരു മിഷണറി മൊമെൻറ്റും കിട്ടും, നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. കാരണം ഒത്തിരിയേറെ പേര് തമ്പുരാന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നത് വലിയ ഇൻസ്പിറേഷനാണല്ലോ. താങ്ക് യു. അച്ഛൻ്റെ ഒരു CMI കോൺഗ്രേഷനിൽ നിന്നുകൊണ്ട് അച്ഛനും കുറേ നാൾ മിഷൻ്റെ മേഖലയിലൊക്കെ ആയിരുന്നു, കെനിയയിലൊക്കെ ആയിരുന്നു എന്ന് കേട്ടിരുന്നു. അച്ഛൻ്റെ ഒരു മിഷൻ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ പട്ടം കിട്ടിയിട്ട് ആദ്യം ഞാൻ ജൽഗാവിലായിരുന്നു, മഹാരാഷ്ട്ര മിഷനിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം കെനിയ മിഷനിലായിരുന്നു. ഒരു മിഷണറി ആവുന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു വൈദികൻ്റെ ഏറ്റവും വലിയൊരു സാഫല്യം. കാരണം തമ്പുരാൻ നമ്മളെ അയക്കുന്ന ഇടങ്ങളിലേക്ക് തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, നമ്മുടെ ഭാഷയും സംസ്കാരം വിഭിന്നമായ ഇടങ്ങളിലേക്ക് പോകുക, അതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ തമ്പുരാനിലുള്ള പ്രോവിഡൻസ് പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക. ഒത്തിരിയേറെ വൈതരണികളുണ്ട്, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് പോകാനുള്ള വലിയൊരു കൃപയാണ്. പിന്നെ നമുക്കറിയാം ഒത്തിരി പേര് നമ്മളെ ആവശ്യമുണ്ട് അവിടെ. പ്രത്യേകിച്ച് ഒത്തിരി പാവപ്പെട്ട ഇടങ്ങളാണ്. പോയി കുർബാനിക്കുന്ന അവസരമില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്, കുംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ വലിയൊരു സ്കോപ്പുള്ള ഏരിയയാണ് എസ്പെഷ്യലി ആഫ്രിക്കൻ മിഷൻ.